ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുക്കിംഗ് വിത്ത് ഷൈമ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് വന്നിരിക്കുന്നത് അറേബ്യൻ ഷക്ഷുക്കയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇതൊരു അറബിക് എഗ് റെസിപ്പിയാണ്. ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും കുബൂസിൻ്റെ കൂടെയുമൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണിത്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. ഞാനിവിടെ ഒരു വലിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസ് ക്യാപ്സിക്കം വലിയ കഷ്ണങ്ങളായി അരിഞ്ഞത്, 4 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത്, 4 വെളുത്തുള്ളി ചതച്ചത്, 1/4 കപ്പ് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത്, 4 മുട്ട, 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ, 1/4 കപ്പ് ടൊമാറ്റോ സോസ്. ഇത്രയുമാണ് ആവശ്യം. ബാക്കി പൊടികൾ ഞാൻ വഴിയെ പറയാം. ഇനി ഷക്ഷുക്ക ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിക്കാം. ഒലീവ് ഓയിലിന് പകരം നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായി ഒന്ന് വഴന്നു വന്നാൽ മതി. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് കളറിലുള്ള ക്യാപ്സിക്കം വേണമെങ്കിലും ഉപയോഗിക്കാം. റെഡ്, യെല്ലോ, ഗ്രീൻ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. ഇത് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വഴറ്റാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി നന്നായി സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റണം. ഇപ്പോൾ തക്കാളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ടൊമാറ്റോ സോസ്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സും ഉപയോഗിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം. പത്ത് മിനിറ്റായി. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ഓരോന്നായി പൊട്ടിച്ചൊഴിക്കാം. മുട്ടയുടെ മഞ്ഞക്കരു പൊട്ടിപ്പോകാതെ വേണം ഒഴിക്കാൻ. മസാലയിൽ ചെറിയ കുഴികളാക്കിയിട്ട് വേണമെങ്കിലും മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. മുട്ടയുടെ വെള്ളഭാഗം സെറ്റായി വരുന്നത് വരെ വേവിച്ചാൽ മതി. ഷക്ഷുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ഇട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഷക്ഷുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ മറക്കരുത്. ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും കുബൂസിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.